അസ്സലാമു അലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈൻഡ്ഫുൾ മൊമെൻറ്റ്സ്. പഠനം എന്ന് കേൾക്കുമ്പോൾ പലർക്കും പല വികാരങ്ങളാണ്. കുട്ടികളും ടീനേജേഴ്സും ആയിട്ടുള്ള ആളുകളൊക്കെ ചിന്തിക്കുന്നത് ഇതെങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയെന്നായിരിക്കും. എന്നാൽ 25-നും 35-നും ഇടയിലുള്ള വ്യക്തികൾ ചിന്തിക്കുന്നത് പഠിത്തം മതി, ഇനി ഒരു ജോലിയൊക്കെ എങ്ങനെയെങ്കിലും സെറ്റാക്കണം എന്നതായിരിക്കും. എന്നാൽ 40-ന് മുകളിലോട്ടുള്ളവർ പഠനമെന്ന് കേൾക്കുമ്പോൾ അവർക്കൊരു പുച്ഛമായിരിക്കും, അല്ലെങ്കിൽ ഒരു റിഗ്രറ്റ് ആയിരിക്കും. ആയ കാലത്ത് പഠിച്ചില്ല പിന്നല്ലേ ഇപ്പോൾ എന്നുള്ള ഭാവമായിരിക്കും. എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ക്വാളിഫിക്കേഷൻസ് നേടാൻ വേണ്ടിയിട്ടുള്ള പഠനത്തെ കുറിച്ച് മാത്രമല്ല, അതിനുമപ്പുറം നമ്മുടെ ജീവിതത്തിൽ നാം ആർജിച്ചെടുക്കേണ്ട അല്ലെങ്കിൽ പഠനം നമുക്ക് നേടിത്തരുന്ന ചില കാര്യങ്ങളാണ്. വീഡിയോ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കണം. കണ്ടിട്ട് നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പഠനത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ നാം ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏജ് ഈസ് നോട്ട് എ ബാരിയർ. അതായത് ഒരിക്കലും നമ്മുടെ പഠനത്തിന് പ്രായം ഒരു തടസ്സമല്ല എന്നുള്ളതാണ്. എന്തും അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അഥവാ ജിജ്ഞാസ, അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ചുറ്റുമുള്ള ഈ ലോകത്ത് ഇപ്പോൾ നിലവിലുള്ള ഓരോ കാര്യത്തെയും കുറിച്ചറിയാൻ നമുക്ക് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ പ്രായം എന്നത് വെറും ഒരു നമ്പർ മാത്രമാണ്. 16-ാം വയസ്സിലും 60-ാം വയസ്സിലും ഒരുപോലെ നമുക്ക് പഠിക്കാം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ലേണിംഗ് ഈസ് ലൈഫ് ലോങ്. അതായത് പഠനം കുട്ടിക്കാലത്തേക്ക് മാത്രമുള്ള ഒന്നല്ല, മറിച്ച് ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും നമ്മെ വളർത്തുന്ന ഒരു കാര്യമാണ്. കുട്ടിക്കാലത്ത് നാം പരീക്ഷകൾക്കും മാർക്കിനും വേണ്ടി പഠിക്കുന്നു. എന്നാൽ ജീവിതത്തിന് വേണ്ട കാര്യങ്ങൾ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും മുതിർന്നതിന് ശേഷം മാത്രമാണ്. മൂന്നാമത്തെ കാര്യം, കീപ്സ് ദ മൈൻഡ് ആക്റ്റീവ്. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് നമ്മുടെ തലച്ചോറിന് ഒരു എക്സസൈസ് പോലെയാണ്. തലച്ചോർ സജീവവും ആരോഗ്യകരവുമായി നിലനിൽക്കാൻ ഇത് സഹായിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള നമ്മുടെ തലച്ചോറിൻ്റെ കഴിവിനെയാണ് ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഈ കഴിവുള്ളതുകൊണ്ട് തന്നെ ഏത് കാര്യവും ഒരു മടിയും കൂടാതെ നമുക്ക് പഠിച്ചെടുക്കാം. ഫോർ എക്സാമ്പിൾ, എങ്ങനെ ചിക്കൻ കറി വയ്ക്കാം എന്ന് തുടങ്ങി എന്താണ് AI, എന്താണ് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും, ഈ വക കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കുമ്പോൾ നാം തലച്ചോറിനൊരു വ്യായാമമാണ് നൽകുന്നത്. അതുപോലെ വായന, അതും നമ്മുടെ ബ്രെയിൻ ആക്റ്റീവായിരിക്കാൻ വളരെയധികം സഹായിക്കും. പഠനം കൊണ്ട് നമുക്ക് കിട്ടുന്ന അടുത്ത ഒരു ഗുണം എന്ന് പറയുന്നത് അഡാപ്റ്റിംഗ് ടു ചേഞ്ച്. അതായത് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. ലോകം ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. എക്സാമ്പിൾ, ഓൺലൈൻ പേയ്മെൻറ്റ്, ChatGPT, AI തുടങ്ങി നിരവധി കാര്യങ്ങൾ. ഇവയെല്ലാം കുറിച്ച് മനസ്സിലാക്കുന്നത് മാറ്റങ്ങളെ അഡാപ്റ്റ് ചെയ്യാൻ നമ്മെ പ്രാപ്തരാക്കും. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിലും നല്ലത് അറിയാത്ത കാര്യങ്ങളെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കുന്നത് തന്നെയാണ്. അഞ്ചാമത്തെ കാര്യം, ബൂസ്റ്റ് യുവർ കോൺഫിഡൻസ്. നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുന്നു. പുതിയ അറിവുകളും കഴിവുകളും നേടുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. ഈ വന്ന ലോകത്ത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റിയ ഒരുപാട് സ്കിൽസ് ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ മതി പലതും പഠിച്ചെടുക്കാൻ. അങ്ങനെ നമ്മുടെ കഴിവുകളെ ഓരോന്നോരോന്നായി വളർത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ് വളരെ വലുതായിരിക്കും. 6, കരിയർ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. പഠനം തുടരുന്നതിലൂടെ നമുക്ക് നമ്മുടെ ജോലി, ബിസിനസ് ഇവയിലൊക്കെ പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നു. മാത്രമല്ല, നാം പഠിച്ചെടുത്ത സ്കിൽസ് ഏതെങ്കിലും മേഖലയിൽ അപ്ലൈ ചെയ്തും അല്ലെങ്കിൽ സ്വന്തമായൊരു ബ്രാൻഡ് തന്നെ ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സാധിക്കുന്നു. 7-ാമത്തെ കാര്യം, റോൾ മോഡൽ ഫോർ അതേഴ്സ്. അതായത് പ്രായം നോക്കാതെ നാം പഠിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമായിരിക്കും എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ, പഠനം ജീവിതകാലം മുഴുവൻ തുടരുക. നമ്മൾ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലായിരുന്നാലും എത്ര ചെറിയ അറിവായിരുന്നാലും നമ്മളത് നേടാൻ ശ്രമിക്കുക. അത് നിങ്ങളെ എപ്പോഴും പുതുമയോടെ, സജീവമായി, ആത്മവിശ്വാസത്തോടെ നിലനിർത്തും. അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതും നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്നൊരു കാര്യമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുക. എന്നാലേ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇതുപോലെ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് എത്തത്തുള്ളൂ. അപ്പോൾ താങ്ക് യു.